എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരത്തിലായി 13 ലക്ഷൂറിയസ് വീടുകൾ ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലക്ഷറി ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇനി വിൽക്കുവാൻ അവശേഷിക്കുന്ന അവസാന വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി കൂടുതൽ പങ്കുവെക്കുന്നത്. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ 12 വീടുകളും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ വിറ്റുപോയവയാണ്. 13 വീടുകൾ അടങ്ങുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇനി വിൽപ്പനക്കായി അവശേഷിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീഡിയോയിലേക്കാണ് നമ്മൾ കൂടുതൽ പ്രവേശിക്കുന്നത്. ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 5.200 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ്. വാസ്തുപ്രകാരമാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ എല്ലാ വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഭംഗിയാർന്ന ഒരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് നമുക്ക് ഈ വീടിന് നൽകപ്പെട്ടതായി കാണുവാനും കഴിയുക. വീടിന് മുൻഭാഗത്തായി ഏകദേശം 3ഓളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ്. ഈ വില്ല കമ്മ്യൂണിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആദ്യമായി കണ്ണിലെടുക്കുന്ന വീടാണ് ഇനി വിൽക്കുവാനായി അവശേഷിക്കുന്നതും. നമുക്കിനി വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈ വില്ല കമ്മ്യൂണിറ്റിയിലേക്ക് പ്രവേശിക്കുന്നത് വലിയൊരു ആർച്ചെല്ലാം വെച്ചിട്ടുള്ള ഒരു ഗേറ്റ് കടന്നാണ്. ഒരു മെയിൻ ഗേറ്റ് മാത്രമാണ് ഈ വില്ല കമ്മ്യൂണിറ്റിക്കുള്ളത്. ബാക്കിയുള്ള എല്ലാ വീടുകളും ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തായി കോബിൾ സ്റ്റോണുകളാണ് പാകിയിരിക്കുന്നത്. ഒരു വലിയ SUV-യും ഒരു ചെറിയ വാഹനവും ഈ കവേർഡ് കാർ പാർക്കിങ്ങിലും മറ്റൊരു വാഹനം വീടിൻ്റെ മുൻഭാഗത്തുമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ്. വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള പാഷിയോകളും വാട്ടർ ഫൗണ്ടനുകളും എല്ലാം നമുക്ക് വീടിൻ്റെ സൈഡ് ഭാഗങ്ങളിലും വശങ്ങളിലുമായി കാണുവാനും കഴിയും. ഭംഗിയായിട്ടാണ് എല്ലാ ഭാഗങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും 600 മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് 5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8.5 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 10 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. നമുക്കിനി വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കാം. ABC കേബിളുകളാണ് ഈ വില്ല കമ്മ്യൂണിറ്റി എല്ലാ വീടുകളിലേക്കും കണക്ഷനായി നൽകിയിട്ടുള്ളത്. മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള ടൈലുകൾ പാകിയ വലിയ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് കാണുവാനായി കഴിയുക. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ ഭാഗം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ചുരുക്കപ്പെട്ടിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷനുകളും വലിയ ഷാൻലിയറും എല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. മുൻഭാഗത്ത് ഭിത്തിയിലെ വലിയൊരു TV യൂണിറ്റ് നമുക്ക് കാണുവാനായി കഴിയും. ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നത് നമ്മൾ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. വളരെ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ ഏകദേശം 15, 16, 18 പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യവുമാണ്. ഈ ഭാഗവും വളരെ മനോഹരമായി തന്നെയാണ് ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെയറിന് താഴ്ഭാഗത്തായി ഒരു സ്റ്റഡി ഏരിയയെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഭാഗവും ഹാഫ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള പാഷിയോയും ഈ ഭാഗത്ത് നമുക്ക് കാണാം. ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ സൈഡ് ഭാഗത്തായി വലിയൊരു കുഷ്യൻ കാണാം. മനോഹരമായിട്ടുള്ള ഡബിൾ ഹൈറ്റഡ് ഏരിയയായിട്ട് ഭംഗിയാർന്ന തരത്തിലുള്ള ഒരു വാഷ് കൗണ്ടർ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. വിശാലമായിട്ടൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ധാരാളം കബോർഡുകളും മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ഹുഡും ഹോബും ഉൾപ്പെടെ സംവിധാനിച്ചിട്ടാണ് നമുക്ക് ഈ ഫുള്ളി ഫർണിഷ്ഡ് കിച്ചൺ ബിൽഡർ സമ്മാനിക്കുക. കിച്ചൺ ഡോർ തുറന്നാൽ നമുക്ക് ആവശ്യമെങ്കിൽ ഭാവിയിൽ എടുക്കുവാൻ കഴിയുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ബാക്കി എല്ലാ വർക്കുകളും ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഷീറ്റും അല്പസ്വല്പം ഉള്ള ബാക്കി വർക്കുകളും മാത്രമാണ് ആ ഭാഗത്ത് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളൂ. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്ന വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത്. 16 അടി നീളവും 14 അടി വീതിയിലുമാണ്
ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. വലിയ രീതിയിലുള്ള 4 പാളിയുടെ വാർഡ്രോബുകളാണ് മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ ആംബിയൻസ് എല്ലാം ഒന്ന് വേറെ തന്നെയാണ്. വളരെ വിശാലമായി തന്നെയാണ് ഈ ഭാഗങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് 14 അടി നീളവും 12 അടി വീതിയിലുമാണ്. ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് കാണുവാനായി കഴിയും. മനോഹരമായിട്ടുള്ള ഒരു കളർ പാറ്റേണോട് കൂടിയ വാർഡ്രോബ് കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് പാഷിയോ ഭാഗത്തേക്കാണ്. നമ്മൾ ആദ്യം പരിചയപ്പെടുത്തേണ്ട ഭാഗം തന്നെയായിരുന്നു. മനോഹരമായിട്ടുള്ള ഒരു പാഷിയോ ഭാഗമാണ്. ഭംഗിയാർന്നിട്ടുള്ള ഫൗണ്ടനും ഭംഗിയാർന്നിട്ടുള്ള ഒരു ഗ്രീനറിയും എല്ലാം ഈ ഭാഗം സെറ്റ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. പൂർണ്ണമായും തടി കൊണ്ട് പൊതിഞ്ഞ രീതിയിലുള്ള സ്റ്റെയറാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കൈവരികൾക്കായി ടഫൻ ഗ്ലാസും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട്. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിലൂടെ നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. വളരെ മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു TV യൂണിറ്റ് കാണാം. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സമ്പന്നമാക്കിയിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ ലിവിംഗ് ഏരിയ സ്പേസിൽ ദൂരെ നിന്ന് ആസ്വദിച്ച ചാൻലിയറിൻ്റെ ദൃശ്യവും ഈ ഭാഗത്ത് നിന്ന് സമീപത്തായി നമുക്ക് കാണാൻ കഴിയും. മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം തന്നെയാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് അനുഭവിക്കുവാനാവുക. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. മനോഹരമായിട്ടൊരു പറകോളയെല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ലഭ്യവുമാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള നീളവും വീതിയിലുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള കുഷിനോടെല്ലാം ഉൾപ്പെടുത്തി നൽകപ്പെട്ടിരിക്കുന്ന വലിയൊരു ബേ വിൻഡോയും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ്. വിശാലമായിട്ടുള്ളൊരു ബേ വിൻഡോ സെറ്റപ്പ് നമുക്ക് ഈ ബെഡ്റൂമിലും കാണുവാനായി കഴിയും. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കാണുവാനായി കഴിയും. മനോഹരമായിട്ടുള്ള വാർഡ്രോബും ഈ ഭാഗത്ത് മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. മുൻപ് സൂചിപ്പിച്ച പ്രകാരം ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കുമാണ്. അത്യാവശ്യമെങ്കിൽ 5ാമത്തെ ഒരു റൂമായി തന്നെ കൺസിഡർ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിലായി 13 ലക്ഷൂറിയസ് വീടുകൾ അടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റിയിൽ 5.200 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഇനി വിൽക്കുവാനുള്ള ഈ അവസാന വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 1,32 ലക്ഷം രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. എല്ലാ മേജർ ബാങ്കുകളിൽ നിന്നും 90% ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഈ വീട് പർച്ചേസ് ചെയ്യുന്നതിന് താങ്കൾക്ക് ലഭ്യമാക്കി തരുന്നതുമാണ്. മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ലക്ഷൂറിയസ് വീടും വില്ല കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം ജില്ലയിൽ ഇനി വികസന പ്രവർത്തനങ്ങളുടെ വിസ്ഫോടനം തന്നെ സംഭവിക്കുവാൻ പോകുന്ന ഒരു നഗര കേന്ദ്രീകൃത പ്രദേശത്താണ്. കളമശ്ശേരിക്ക് തൊട്ടരികിലായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വീടിനെ പറ്റിയും വില്ല കമ്മ്യൂണിറ്റിയെ പറ്റിയുമുള്ള താങ്കളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.